Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ആരാണ്? ഞാൻ ചെയ്യാം, ma'am. Okay. He is my everything. He is my all. He is my everything, both great and small. He made this wait for me, made everything new. He is my everything, my Lord and King. Thank you, ma'am. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗോൾ വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സ്കൂൾ പാരന്റ്സ് സ്കൂൾ പാർട്ണർഷിപ്പ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലെ ഗോൾസ് വരെയല്ലേ ഡിസ്കസ് ചെയ്തത്? അല്ലേ? Okay. Yes, ma'am. ഓക്കെ. നമ്മളിനി നോക്കാൻ പോകുന്നത് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ്. ഇതെല്ലാമാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ. In order to create a condition that enable effective family school partnership to develop and sustain, the following supporting structure need to be placed both systematic and school level. നമ്മൾ നല്ല രീതിയിൽ സ്കൂൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഈ പറയുന്ന താഴെ പറയുന്ന ഘടകങ്ങൾ നല്ല രീതിയിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സ്കൂൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഏതെല്ലാമാണ് ആ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, ഏതെല്ലാം ഘടകങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ഫാമിലി ആൻഡ് സ്കൂൾ ആക്ഷൻ ടീം വേണം. നമുക്ക് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. അത് നമ്മളുടെ പാർട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന്റെ വർക്കിംഗ് ഒക്കെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. സ്കൂൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നമ്മൾ സ്കൂളിന്റെ അകത്ത് അല്ലെങ്കിൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും വേണം. Which explicitly state and clearly indicate the principles and the practice of effective partnership. Effective ആയിട്ടുള്ള പാർട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം പോളിസീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് സപ്പോർട്ട് നെറ്റ്വർക്കുകൾ. നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്കൂൾ കമ്മ്യൂണിറ്റീസ്, നമ്മൾ കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനോ, പ്രശ്നങ്ങളൊക്കെ എന്താണ് പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ അകത്തൊരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്, സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് വേണം. അക്കൗണ്ടബിലിറ്റി ടു ദ കമ്മ്യൂണിറ്റി ടു റിപ്പോർട്ട് ഓൺ സക്സസ് ആൻഡ് ഡെറൈവ് ഇംപ്രൂവ്മെന്റ് ഇൻ പാർട്ണർഷിപ്പ്. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഉത്തരവാദിത്തത്തോടു കൂടി നല്ല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങള് ടോപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് മുഖേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി സ്കൂൾ കമ്മ്യൂണിറ്റീസ് ആർ എൻകറേജ്ഡ് ടു റിവ്യൂ ദർ കറന്റ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഡെവലപ്പ് ന്യൂ വൺ വെനെവർ നെസസറി. നമുക്ക് സ്കൂൾ കമ്മ്യൂണിറ്റീസിന് നമ്മളുടെ ഇപ്പോഴത്തെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താനും പുതിയ പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യാനും അവർക്ക് അവരെ എൻകറേജ് ചെയ്യാം. Disease may include establishing a delicate family school action team, school leads. നമ്മൾ ഇതിന് ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ആയിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും പാരന്റ്സും നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ തലമുറയെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഓരോ ദിവസവും നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, നിസ്സാര ചെറിയ പ്രായമുള്ള കുട്ടികളായിരിക്കും പല രീതിയിൽ
പല എന്താ പറയാ മോശമായിട്ടുള്ള ശീലങ്ങളിലേക്ക് പോകുന്നത്, ഡ്രഗ്സ് അതേപോലത്തെ ഒരുപാട് എന്താ പറയാ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നത്. സോ നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും കുറച്ചുകൊണ്ട് വരാനൊക്കെ പറ്റും. അത് കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. Using an existing work group at include parents to develop and coordinate partnership plan activities. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഫാമിലി സ്കൂൾ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ നല്ല കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടത്താനായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരുടെ പ്ലാൻസ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. Any successful partnership will involve parent, carer, and families in preparation, planning, implementing and review. അപ്പോ ഈ സക്സസ്ഫുൾ പാർട്ണർഷിപ്പിന്റെ ഭാഗമാകുന്നത് പാരന്റ്സ് ആവാം, കെയർ ടേക്കേഴ്സ് ആവാം, കുട്ടികൾ ആരാണോ നോക്കുന്നവര്, അതേപോലെ ഫാമിലി ഇൻ പ്രിപ്പറേഷൻ, ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണതും ഇംപ്ലിമെന്റ് ചെയ്യണതും വിവിധ ഫാമിലീസും ആകാം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം, അതെല്ലാം നടപ്പിലാക്കാം. A dedicated family school attention team of teachers, school leaders and parents. നമ്മളുടെ സ്കൂളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ അകത്ത് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ അതിൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? ടീച്ചേഴ്സ് ഉണ്ടാവും, സ്കൂൾ ലീഡർ ഉണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും. To develop and coordinate partnership plans and activities. ഈ കാര്യങ്ങൾ പ്ലാനുകൾ നടപ്പിലാക്കാനും ആക്ടിവിറ്റീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്താൻ അവർക്ക് പറ്റും. I can provide basic for improvement of partnership more broadly. അപ്പൊ ഈ പാർട്ണർഷിപ്പിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വുഡ് എന്തെല്ലാം കാര്യങ്ങളാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓഡിറ്റ് existing arrangements and practice and collect information on the view, experience, wish of the teachers, parents, school leaders and students. കുട്ടികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെയും ലീഡേഴ്സിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് അവരുടെ വ്യൂസ് കളക്ട് ചെയ്യാനും അവരുടെ വിഷസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അറേഞ്ച്മെന്റ്സുകൾ കൊടുക്കാനും. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരാണ്, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു സജഷൻ വരാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓഡിറ്റോറിയം ഒക്കെ, നമ്മളുടെയൊക്കെ പഴയൊരു ടൈമിൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ലതായിരുന്നു എന്റെ പേര്. എന്താണ്? പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഓർമ്മയുണ്ടോ? പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു ഈ ഫാമിലി ഓർമ്മയില്ലേ? അങ്ങനെയായിരുന്നു തോന്നുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിച്ച കോളേജില് ഒത്തിരി ഡെവലപ്മെന്റ് ഒന്നും, അത്ര വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. എന്നാലും ഞങ്ങൾക്കൊരു ഭയങ്കര വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഭയങ്കര വലിയ ഓഡിറ്റോറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഗ്രാമപ്രദേശത്താണ്. അത്രയും വലിയ കോളേജാണ്. കോളേജിന് ഗ്രൗണ്ട് ഉണ്ട്, സ്ഥലമുണ്ട്, ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ കോളേജിനെ ഏറ്റവും എന്താ പറയാ വേർതിരിച്ച് നിർത്തുന്നത് ഈ ഒരു ഓഡിറ്റോറിയം ആണ്. എന്നുവെച്ചാൽ ഒരു 1000 മേലെ, സോ 2500 പിള്ളേരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ ഓഡിറ്റോറിയം ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു 98-7 ബാച്ച് ആ ടൈമില് ടീച്ചേഴ്സ് ആൻഡ് PTA നമ്മള് എന്താ പറയാ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ പറഞ്ഞ ആ ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ആ ടൈമിലത്തെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും സ്റ്റുഡൻസും എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഓഡിറ്റോറിയം ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അവിടെ ഫംഗ്ഷൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഞങ്ങൾ കൂടുതലും എക്സാം എഴുതുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിലാണ്. എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ ആ ഒരു ഓഡിറ്റോറിയം മതി. അത്രയും കുട്ടികൾ നമുക്ക് ഉൾക്കൊള്ളാനും എക്സാം ഒക്കെ ഒറ്റ ബാക്കി ക്ലാസ്സുകളൊന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റും. അത്രയും വലിയ ഓഡിറ്റോറിയമാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു PTA കോൺട്രിബ്യൂഷൻ ആയിരുന്നു, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ടീം വർക്കാണ്. ഒരു എന്താ പറയാ, അന്നത്തെ ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെ ഒക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവരെല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തൊരു എന്താ പറയാ ഒരു ഓഡിറ്റോറിയം ആയിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊന്നും ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും വിഷൻസോ ടീച്ചേഴ്സിനോ പാരന്റ്സിനോ
സ്കൂൾ ലീഡേഴ്സിനോ സ്റ്റുഡൻസിനോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാം. Confirm that the school leaders and the parents work endorse the concept of partnership. Inform the social school community. അപ്പോൾ നമ്മള് ഈ സ്കൂൾ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നോ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നോ നെറ്റ്വർക്കിലേക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ കമ്മ്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇൻഫോം ചെയ്യാം. ടു ഡെവലപ്പ് ദ പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ, സെറ്റിംഗ് ഓഫ് ഗോൾസ്, എന്തെല്ലാമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ, എത്ര ടൈം കൊണ്ട് നമുക്ക് അത് ടൈംലിനെസ് ആൻഡ് സക്സസ് ഇൻഡിക്കേറ്റേഴ്സ്, എന്തൊക്കെയാണ് അതിന്റെ സക്സസ് ഇൻഡിക്കേറ്റേഴ്സ്, അഗെയിൻസ്റ്റ് ദ കീ ഡയമെൻഷൻ ഓഫ് ദ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അറേഞ്ച് ട്രെയിനിങ് ഫോർ ആക്ഷൻ ടീം മെമ്പേഴ്സ്, അപ്പൊ നമ്മളുടെ ട്രെയിനിങ് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ആക്ഷൻ ടീമിന്റെ മെമ്പേഴ്സിന്റെ ട്രെയിനിങ്, കാരണം നമ്മളുടെ ഇവിടുത്തെ സ്കൂൾ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിലെ മെമ്പേഴ്സിന് നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. പാരന്റ്സിനായാലും ടീച്ചേഴ്സിന് ടീച്ചിങ് ആയിട്ട് റിലേറ്റഡ് കാര്യങ്ങളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പൊ സ്കൂൾ ലീഡേഴ്സിനൊക്കെ ഇതിന് വേണ്ട ട്രെയിനിങ് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ആക്ഷൻ എന്തൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ അത് അവരെ നല്ല രീതിയിൽ അതിന് വേണ്ട ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇംപ്ലിമെന്റ് എഗ്രീഡ് ആക്ടിവിറ്റീസിനെ എഗ്രീഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി, നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റിയുടെ എഫക്റ്റീവ്നെസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. കണ്ടിന്യൂ ടു ഇംപ്രൂവ് കോർഡിനേറ്റ് പ്രാക്ടീസ് അഗെയിൻസ്റ്റ്, അതുള്ളത് പ്രാക്ടീസ് അഗെയിൻസ്റ്റ് ആക്കണം കേട്ടോ, ഒരു സ്പേസ് എടുക്കില്ല എന്നുള്ളൂ. പ്രാക്ടീസ് അഗെയിൻസ്റ്റ് the key dimensions of family school partnership framework. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എക്സ്പ്ലോർ ഒപ്പീനിയൻസ് ഫോർ ന്യൂ പാർട്ണർഷിപ്പ്, പുതിയ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ വിചാരിക്കും നമ്മൾ പുതിയ പാർട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്നത് പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും, ടീം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പിൽ നിന്നുള്ള ഒപ്പീനിയൻസ് നമ്മളെ എക്സ്പ്ലോർ ചെയ്യും. ഇവരെല്ലാവരും കൂടി ടീം വർക്ക് ആയിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നല്ല ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് ഫുള്ളും എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ് ഈ പറഞ്ഞ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ടീച്ചേഴ്സ് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പാരന്റ്സ് ഒരിക്കലും നമ്മളുടെ ടീച്ചർ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ചോദിക്കാനും പറയാനും ഒന്നും പറ്റില്ലായിരുന്നു. അവര് ഫുൾ വിശ്വസിച്ച് അല്ലെങ്കിൽ ഫുൾ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ടീച്ചേഴ്സിന്റെ കയ്യിൽ നമ്മള് അവരെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റുഡൻസ് പാരന്റ്സ് കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ് കുട്ടികളുടെ കാര്യത്തില്. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഈ പാരന്റ്സിന്റെ ഫാമിലിയുടെയും തെറ്റിദ്ധാരണകളൊക്കെ ഒരു പരിധി വരെ മാറ്റാനും നമുക്ക് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. അതേപോലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് കൊണ്ട് നമുക്ക് പറ്റും. അതേപോലെ റെസ്പോൺസിബിലിറ്റി, നമ്മളൊരു കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് മാത്രമല്ല ആ ഫാമിലിക്ക് വേണ്ടി ഈക്വലായിട്ട് ഇമ്പോർട്ടന്റ് ആണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഷെയർ ചെയ്യാൻ അവർ പഠിക്കുന്നു. അതേപോലെ പാരന്റ്സിനും അതേപോലെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ നമ്മുടെ പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പബ്ലിക്കിന്റെ കോൺഫിഡൻസും അക്കൗണ്ടബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പറഞ്ഞത് ബെനിഫിറ്റ്സുകളാണ് പറഞ്ഞത്. ഒത്തിരി നേട്ടങ്ങൾ സ്റ്റുഡൻസിനുണ്ട്, അതേപോലെ പാരന്റ്സിന്, ടീച്ചേഴ്സിന്, നമ്മുടെ സ്കൂളിന്, കമ്മ്യൂണിറ്റിക്കും ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മുഖേന കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താനും നല്ലൊരു ബെറ്റർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും.
സോ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ആർക്കും പറ്റും, നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ പറ്റും. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഫാമിലി ടീച്ചേഴ്സും സ്കൂളും തമ്മിൽ, അല്ലെങ്കിൽ ഫാമിലിയും സ്കൂളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ദെൻ നമ്മൾ പറഞ്ഞത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ്, ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചിൽഡ്രൻ സെന്റേർഡ്, അതുപോലെ ഫാമിലി സെന്റേർഡ്, കോപ്പറേഷൻ, പാർട്ണർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾസ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. ശരിക്കും പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ബെറ്റർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും നേരത്തെ മുൻകൂട്ടി കുട്ടികളുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താനും പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ അറിയുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരിക്കും. ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരിക്കും നമ്മൾ ആ കുട്ടി ഇന്നൊരു പ്രശ്നം ഫേസ് ചെയ്യണ്ടായിരുന്നു എന്ന് അറിയുന്നത്. അത് ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും അറിയുന്നത് ആ ടൈമിലായിരിക്കും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടൈമില്. പക്ഷെ ഇതെന്തെങ്കിലും പ്രശ്നം ആ കുട്ടി ഫേസ് ചെയ്യുന്നത്, ഇപ്പൊ ഡിപ്രഷൻ ആവാം, എക്സാം ഫിയർ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ എക്സാം ഫിയർ ഉണ്ട് എന്ന് തോന്നുന്നു, പക്ഷെ അവന് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടീച്ചറും അതേ ഒരു പ്രശ്നമാണ് പറയുന്നതെങ്കിൽ അവന് വേണ്ട കൗൺസിലിംഗ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും അവന് അതിന് വേണ്ട രീതിയിൽ അത് ഗൈഡ് ചെയ്യാനും ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനൊക്കെ നമുക്ക് പറ്റും. ഒരു നല്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഏതൊരു പാർട്ണർഷിപ്പിന്റെയും ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ബേസിക് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഓവറോൾ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒന്ന് ഓവറോൾ ആയിട്ട് ഒന്ന് റീഡ് ചെയ്തേ. ഒരു 5 minutes തരാം, ഒന്ന് റീഡ് ചെയ്യാട്ടെ എല്ലാവരും.
റീഡ് ചെയ്തു നിങ്ങള്? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല മിസ്സേ റെഡി ചെയ്തില്ല, കഴിഞ്ഞില്ല. ഓക്കെ എടാ റീഡ് ചെയ്തോ കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാനപ്പോ നോക്കിക്കോളാം കേട്ടോ.
ഓക്കെ, എല്ലാവരും ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് യൂണിറ്റിന് ഞാൻ സെമിനാർ ടോപ്പിക്ക് തരുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്ത് സെമിനാറിന്റെ ടോപ്പിക്ക് തരുന്നുണ്ട്. 7 പേർക്കാണുള്ളൂ സെമിനാർ എടുക്കാൻ പറ്റുന്നത്. 1, 2, 3, 4, 5, 6, 7. 7 പേർക്കാണ് സെമിനാർ എടുക്കാൻ പറ്റുന്നത്. ആദ്യത്തെ ടോപ്പിക് അല്ല, പേജ് നമ്പർ 137 കേട്ടോ. 137 നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, അതിന്റെ കീ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, സജസ്റ്റഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഈ ടോപ്പിക്കാണ് സെമിനാർ പോർഷൻ ആയിട്ട് തരുന്നത് കേട്ടോ. ജസ്റ്റ് നല്ലൊരു ക്ലാസ്, നമ്മുടെ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ PG സെഷന്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ സെമിനാർ എടുക്കണമെന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സിന്റെ ഒരേ ക്ലാസ്സിൽ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും തരുന്ന ടോപ്പിക്കാണ്. അപ്പോ എടുക്കുന്ന ആൾക്കാര് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കുകളിൽ സെമിനാർ എടുക്കുന്നതായിട്ട് വരിക. ആരൊക്കെ എടുക്കും? ഫസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പോയിന്റ് സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുള്ള ആരാണ്? പേര് എല്ലാവരെയും കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ വിളിക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു Big 4-നും 5-നും അല്ലെങ്കിൽ 8-നൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. സോ ഓരോരുത്തരൊന്നും മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കത് പേര് പറയുകയാണെങ്കിൽ സൈൻ ചെയ്യാമായിരുന്നു. മിസ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മാത്രം എടുത്താൽ മതിയോ മിസ്സേ? കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടോ, ആ പോയിന്റ് ഇപ്പോഴത്തെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, അതും കൂടി പറയാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ജസ്റ്റ് ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, ഫ്രണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തരും. പിന്നെ അത് ഏത് പ്രിൻസിപ്പിൾസ് ആയിട്ട് റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊന്ന് സെമിനാർ കണ്ടക്ട് ചെയ്താൽ മതി. റെഡി ആയിട്ടുള്ളവരൊന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഞാൻ റെഡി ആണെന്നെങ്കിലും പറ. കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്യാം മാം, ആദ്യത്തേത് മാത്രം. കമ്മ്യൂണിക്കേഷന്റെ പോയിന്റ്സ് മായാണ് ചെയ്യണത്. പോയിന്റ് 136, 38-ഉം 39-ഉം ഉണ്ട്. 40-ൽ വരെയുണ്ട് കേട്ടോ പോയിന്റ്സ്. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. ഓരോ പോയിന്റ്സ് റീഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ PG വരുമ്പോ ഫുൾ ആയിട്ട് ബേസിക് ആയിട്ടൊന്നും അതാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആണെന്ന് അറിയാം. PG പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാകും ക്വാളിഫൈഡ് ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, ജസ്റ്റ് ആ ഒരു പോയാൽ മതി. ഓക്കെ. കണ്ടക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ, അതാരെടുക്കാം? മാം ഞാൻ എടുക്കാം മാം. വിനീത. ഓക്കെ, ഞാൻ എടുക്കാം. നെക്സ്റ്റ് പിങ്കിക്കാരാട്ടോ. വിനീത. കണ്ടക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം വിനീതയാണ്. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി, അത് പിങ്കി. ഓക്കെ. പിങ്കി കഴിഞ്ഞിട്ട് recognizing the role of family, അതാരാണ്? ഓക്കെ, പേരെന്താണ്? അൽസുബി. ഓക്കെ. നെക്സ്റ്റ് recognizing the role of family, അങ്ങനെയല്ലേ പറഞ്ഞത്? രണ്ട് സെയിം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെയിം റിപ്പീറ്റ് ആണല്ലോ അല്ലേ? അല്ല, ഏതൊക്കെ ഒരു പോയിന്റ് മിസ് ആയിട്ടുണ്ട് കേട്ടോ. പോയിന്റ് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. അവിടെ വരുന്നത് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. അത് ഞാനത് പോയിന്റിന്റെ കാര്യം പറയാട്ടെ, അത് റിപ്പീറ്റ് ആണ്. അതായത് എഫ് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അതാണ് നമ്മുടെ എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അതാരെടുക്കുന്നത്?
അതാരെടുക്കുന്നേ? അതാരെടുക്കുന്നേ? ആരുല്ല? ഞാൻ സന. ഓക്കെ മാം. ജിൻസിക്ക് നെക്സ്റ്റ് പോയിന്റ് എടുക്കാൻ പറ്റില്ലേ? ജിൻസി, കൊളാബറേറ്റിംഗ് ബിയോണ്ട് യെസ് മാം, ചെയ്യാം. ജിൻസി കേട്ടോ, ഞാൻ എഴുതി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊക്കെ പ്രസന്റ് ആയിരിക്കണം. ഏറ്റവും അവസാനത്തെ പോയിന്റ് പാർട്ടിസിപ്പേറ്റിംഗ്. അതാരെടുക്കുന്നേ? ആരെടുക്കുന്നേ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ്? കൃഷ്ണപ്രിയ എടുക്കാൻ പറ്റുമോ? കൃഷ്ണപ്രിയ, ഓക്കെ. ഇവ, ഓക്കേടാ, ഇവ ഞാൻ സേവ് എഴുതിയിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റ് ഇവയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള സെമിനാർ ടോപ്പിക് എടുക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് മിസ് ഇത് എന്നാ മിസ്സേ, മിസ്സിന്റെ അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോ എന്നാ മിസ് വരുന്നത്? തേഴ്സ്ഡേ കേട്ടോ. നെക്സ്റ്റ് തേഴ്സ്ഡേ. ചിലപ്പോ ഇത് ഒന്നോ അതിൽ കൂടുതലോ ക്ലാസ് പോയേക്കാം. സെമിനാർ എടുക്കാനായിട്ട് ചിലപ്പോ 2 കുട്ടികൾക്കായിരിക്കും ഒരു ദിവസം പറ്റാം. അപ്പൊ ഒന്നോ അതിൽ കൂടുതൽ ക്ലാസ്സിലേക്ക് നമുക്ക് ഈ സെമിനാർ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ മിസ് ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഡേ ആഫ്റ്റർ ടുമോറോ, അതായത് മറ്റന്നാളാണോ? യെസ്. ഓക്കെ, നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് വരാം. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. എന്തെല്ലാമാണ് കീ ഡയമെൻഷൻസ് നോക്കാം. നമുക്ക് 7 ഡയമെൻഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. The family school partnership framework identifies 7 dimensions as guidelines for planning partnership activities. നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ 7 കാര്യങ്ങൾ, 7 ഡയമെൻഷൻസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 7 ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഏതൊരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ എന്ത് വരും? ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. അതേപോലെ കുറെ പ്രശ്നങ്ങൾ വരും. സോ ഏത് റിലേഷൻഷിപ്പ് ആയാലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ത് വേണം? ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് ആണ് കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. ഒരു കണക്ഷൻ വേണം. ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ വീട്ടിൽ വന്ന് അവർ ലേൺ ചെയ്യേണ്ടെന്ന് ഒരു കണക്ഷൻ വേണം. ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലാസ്സിലെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ടീച്ചേഴ്സ് ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ഇനി നാളെ വരുമ്പോ എന്തൊക്കെയാണ് പഠിപ്പിക്കാനുള്ളത് എന്നൊക്കെയുള്ള മെസ്സേജസ് ഒക്കെ വരാണെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഹോമും സ്കൂളും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ആ ടീച്ചേഴ്സും അല്ലെങ്കിൽ പാരന്റ്സും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഇതൊരു കാരണമാകുന്നുണ്ട്. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ റോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കാൻ പറ്റുന്നത് സ്കൂൾ പോലെ തന്നെ അതിൽ കൂടുതൽ കുട്ടിക്ക് ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയുടെ റോൾ എന്താണെന്ന് അവർക്ക് കണ്ടെത്താം. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. സ്കൂളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരായിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കാര്യങ്ങൾ റൺ ചെയ്ത് പോകാനായിട്ട്. ഇനി എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഡയമെൻഷൻ ഈസ് ടു ബി പ്രൊവൈഡ് ബിലോ. നമ്മൾ ഇത് താഴെ പറയുന്നതിൽ ഓരോ ഡയമെൻഷനെ കുറിച്ചിട്ടാണ്
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നതാണ്. ദിസ് ഈസ് ദ കീ ഡയമെൻഷൻ straight that effective communication. ഒരു effective communication പ്രോത്സാഹിപ്പിക്കുന്ന ഒരു key factor ആണ് ഇതിലെ communication. It is active, personal, fluent, and culturally suitable. Communication നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അത് ആക്റ്റീവ് ആയിരിക്കണം, ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പേഴ്സണൽ ആയിരിക്കണം, ഫ്രീക്വന്റ് ആയിരിക്കണം, കൾച്ചറലി suitable ആയിരിക്കണം. നമ്മുടെ കൾച്ചറലി suitable ആയിട്ടുള്ള ഭാഗത്തിലൂടെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Is where school go out of their way to make the family feel welcome and valued. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഫാമിലിക്ക് തോന്നണം നമ്മൾ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്, നമ്മൾ അവർ സ്വീകരിക്കുന്നുണ്ട്, നമുക്കൊരു വാല്യൂ തരുന്നുണ്ടെന്ന് ആർക്ക് തോന്നണം? ഫാമിലീസിൽ അല്ലെങ്കിൽ പാരന്റ്സിന് തോന്നണം. ഇറ്റ് ഇസ് എ two-way exchange between family and schools. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one-way communication എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു ബാക്കി എല്ലാവരും അത് ലിസൺ ചെയ്യുന്നു. ഇതൊരു two-way communication ആണ്. ഒരാൾ കാര്യങ്ങൾ പറയുന്നു, മറ്റൊരാൾ ആ സമയത്ത് ലിസൺ ചെയ്യുന്നു. ദെൻ അയാളുടെ അഭിപ്രായം നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾ ലിസൺ ചെയ്യുന്നു. ഇതൊരു two-way communication ആണ്. ഇൻഫർമേഷൻസ് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും. Involves not only an exchange of information but an opportunity for the school families to learn about each other. അപ്പോൾ ഇൻഫർമേഷൻസ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സ്കൂളിൽ അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും എന്താണ് അവിടെ നിന്നുള്ളത് മനസ്സിലാക്കാനും അവർ എന്താണ് അവിടെ കാര്യങ്ങൾ എന്നുള്ളത് ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. Make clear that the families are genuine partners and can help solve big problems. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പുവരുത്താം. ഫാമിലീസ് എന്താണ് നമ്മുടെ ഈ സ്കൂൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഫാമിലി കൂടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫാമിലിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്കൂളിൽ കൂടി ഹെൽപ്പ് ചെയ്യും. Bridge across the culture and language, dividing including actively seeking access to this family. നമുക്കൊരു ബ്രിഡ്ജ് അക്രോസ്, ഒരു പാലം പണിയാൻ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിലൊരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് പറ്റും. Needs to take into account of cultural and linguistic diversity and not assume that all families communicate സെയിം വേ. നമുക്ക് നമ്മളുടെ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള എന്തെല്ലാം ഡൈവേഴ്സിറ്റീസ് ആണ് എന്നുള്ളത് കണ്ടെത്താനും അവരുടെ നീഡ്സ് കണ്ടെത്താനും അതേപോലെ ഫാമിലീസ് ആയിട്ട് മിക്ക ഫാമിലീസ് ആയിട്ട് സെയിം വേയിലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഫാമിലിയിലോട് നമുക്ക് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില ആൾക്കാർ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല എന്നാണെങ്കിൽ നമ്മൾ ഓറൽ നമ്മള് ടെലിഫോൺ വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ഓരോ ഫാമിലിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും, മീഡിയം ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. It open to the family needs and attitudes. ഫാമിലിയുടെ നീഡ്സും ആറ്റിറ്റ്യൂഡ്സും കുറച്ചുകൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്, തുറന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് അവരുടെ നീഡ്സ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി തുറന്ന് കാണിക്കുന്നുണ്ട്. അക്നോളജ് ആൻഡ് സെലിബ്രേറ്റ് ദ ഫാമിലി ഇൻപുട്ട്. ഇതുപോലെ ഫാമിലി ഇൻപുട്ട് അക്നോളജ് ചെയ്യാറ്, അത് സെലിബ്രേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ. ഇത് മൾട്ടി ഡയമെൻഷണൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ബി ഫോർമൽ ഓർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഹാപ്പൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. പല സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻസ് നടത്താറുണ്ട്. ബോത്ത് ഇൻ സ്കൂൾ ആൻഡ് ഇൻ അതർ സൈഡ്സ് സച്ച് ആസ് കമ്മ്യൂണിറ്റി സെന്റേഴ്സിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. യൂസ് ഓഫ് ഡിഫറെന്റ് മെത്തേഡ്, പല മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓറൽ ആണെങ്കിൽ വാമൊഴിയാല് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. റിട്ടേൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ലെറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറയും. ടെലിഫോൺ അറിയാം, ഫോൺ അറിയാലോ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇമെയിൽസ്, പല മെത്തേഡ് വഴി നമുക്ക് ഇന്ന് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. The family school communication need to take
need to take. അത് റിപ്പീറ്റ് ആണ് പിള്ളേരെ, ഒന്ന് എഡിറ്റ് ചെയ്തേക്ക്. ഇത് വേണ്ടാവേ. രണ്ട് need to take ഉണ്ട്, അതിന്റെ ആവശ്യമില്ല. Need to take seriously and must be valued. നമ്മുടെ ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷന്റെ നീഡ്സ് എന്താണെന്ന്, അത് എന്തൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യം സീരിയസ്ലി അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, അതിന് വാല്യൂ കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. Seriously and must be valued, identified and required by the school and education system. It is important to provide teachers, school leaders with education and training program to prepare to communicate effectively with the families in approachable manners. ടീച്ചേഴ്സും അതേപോലെ സ്കൂൾ ലീഡേഴ്സും നല്ല രീതിയിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഫാമിലി ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്കറിയാം ഡിഫറെന്റ് ഫാമിലീസ് ആണ്, പല കൾച്ചർ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഓരോ ഫാമിലിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ട്രെയിനിങ് ടീച്ചേഴ്സിനും സ്കൂൾ ലീഡേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു. അവരെങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It is equally important to empower and encourage the family to communicate effectively എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അത് സോറി effectively എന്നാക്കാട്ടെ, നിങ്ങൾ സ്പെല്ലിംഗ് ഇപ്പൊ തന്നെ നമ്മുടെ ടെസ്റ്റിൽ കറക്റ്റ് ചെയ്ത് പോകുമ്പോ ഇവൻച്വലി ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലീസിനോട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്ലി ആയാൽ മാത്രമേ, സ്കൂൾ ഫാമിലി കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും അതേപോലെ കുട്ടികളെ നല്ലൊരു മാർഗത്തിലേക്ക് നയിക്കാനും പറ്റൂ. കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. നമ്മൾ ലേണിംഗിന്റെ ഒരു കണക്ഷൻ, സ്കൂളും ഹോമുമായിട്ടൊരു കണക്ഷൻ നിലനിർത്താനായിട്ട് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This is a dimension aspect. എന്തൊക്കെ കാര്യങ്ങളാണ് അവര് പ്രോത്സാഹിപ്പിക്കുന്നത് വെച്ചാൽ understanding by the family school of the overlap between the home and school surroundings. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും സ്കൂളിലെ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട്. The connection between successful partnership and the child's learning, including important expectations from both the teachers and parents to the child's success at the school. ഒരു കണക്ഷൻ ഉണ്ട്, നല്ലൊരു കണക്ഷൻ ഉണ്ട് ടീച്ചേഴ്സും അതേപോലെ തന്നെ പാരന്റ്സും തമ്മിൽ കുട്ടികളുടെ ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലൊരു എക്സ്പെക്ടേഷനും നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ എന്ത് ചെയ്യാൻ ഒരു സക്സസ് ചെയ്യാനായിട്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ നല്ല അക്കാഡമിക് സ്കോർ കിട്ടാൻ പറ്റും. ഒരു നല്ല പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ families school working together to create a positive attitude of learning in each children. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട്. Ensure families are formed about understand their child progress. കുട്ടികളുടെ ചൈൽഡ് പ്രോഗ്രസ് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then family school valuing and using the skills and knowledge children bring both the homes to the school and from the school to the home. അപ്പൊ അവർക്കൊരു ഫാമിലി സ്കൂൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്കില്ലുകളും നോളജ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അവർ പ്രോത്സാഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ അവരുടെ ഹോബീസ് ആയിരിക്കും, അത് സ്കൂളിൽ ചെല്ലാൻ അവർക്ക് ചെയ്യാൻ പറ്റും. ഡ്രോയിങ് ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂൾ ആണെങ്കിൽ, ഫാമിലി സ്കൂൾ ആണെങ്കിൽ അവർക്ക് അവരുടേതായ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. Family school identify and using learning opportunity in home environment. നമ്മുടെ ഹോം എൻവയോൺമെന്റിൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് യൂസ് ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. Parents working with the teachers in educational decision making process for their individual children. ഓരോ കുട്ടിയുടെയും എന്താ പറയുക എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ പാരന്റ്സും ടീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. School become venue and the agent of their parents self-growth, learning and development of new skills. ഒരു വെന്യൂ ആണ്, ഒരു പ്ലേസ് ആണെന്ന് സ്കൂള് അവർക്ക് പാരന്റ്സിന്റെ സെൽഫ് ഗ്രോത്തിനും അവരുടെ ലേണിങ്ങിനും അവർക്ക് പുതിയ സ്കില്ലുകൾ
ഡെവലപ്പ് ചെയ്യാനും വേണ്ട ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ആരെ കണക്കാക്കാനായിട്ട് എന്ത് കണക്കാക്കാൻ പറ്റും, നമ്മുടെ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. സോ ഈ 2 പോയിന്റും ഒന്ന് റീഡ് ചെയ്യാം. ചാപ്റ്റർ എടുത്ത വരെയും ഒന്ന് റീഡ് ചെയ്തേ. ബി പോയിന്റ് വരെ, ബിയുടെ അവസാനം വരെ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഇവിടെ വരെ ഒന്ന് റീഡ് ചെയ്തേക്ക്. എല്ലാവരും റീഡ് ചെയ്യാം കേട്ടോ. മാം കറണ്ട് ഇല്ല, അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ലീവ് ആവും. നമുക്ക് തന്നെ സെമിനാറിലെ പ്രിൻസിപ്പൾസ് കൊടുത്തിട്ട് ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടില്ലേ, അതെന്താ ഉദ്ദേശിക്കണേ? പ്രിൻസിപ്പൾസ് പഠിച്ചിട്ടില്ല മാനേജ്മെന്റിന്റെ. ആ പ്രിൻസിപ്പൾസ് ആണ് അതിൽ ഉദ്ദേശിക്കണേ? ആടാ. നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സെമിനാർ എടുക്കേണ്ടത് വരില്ല. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആകില്ല സെമിനാർ, കാരണം എന്റെ പോർഷൻസ് ഒക്കെ മുമ്പ് തീർക്കാനുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തരാം കേട്ടോ. റിലേറ്റഡ് ആയിട്ട് ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ മിസ്, അപ്പൊ അടുത്ത ക്ലാസ് എടുക്കണ്ടേ? പറ്റില്ലാണ്, കാരണം എനിക്ക് അതിന് മുമ്പ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് തീരില്ല. നിങ്ങളൊന്ന് എന്താ പറയാ റെഡി ആയി നിന്നോ, പക്ഷെ തീരൂല. ഞാൻ പോർഷൻ എടുത്ത് തീരില്ല ആ ഒരു ടൈം ആകുമ്പോഴേക്കും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 സെമിനാർ തന്നതെന്നുള്ളൂ. ഈ ക്ലാസ്സിൽ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ മാം.